എന്താ എൻ്റെ IPSകാരിക്ക് പേടിയാണോ? അരുണ തനിക്ക് മേലെ ബെഡിൽ കൈകൾ ഊന്നിക്കിടക്കുന്നവൻ്റെ ഉയർന്നു പൊങ്ങി നിൽക്കുന്ന മസിൽസിലേക്ക് നോക്കി. പതിയെ കണ്ണുകൾ അവൻ്റെ മുഖത്തുടക്കി. പേടിയോ? എന്തിന്? നേർത്ത് പോയ അവളുടെ സ്വരം ചുണ്ട് കോട്ടിച്ചിരിക്കുകയും ചെയ്തു. പിന്നെ എന്താടി വരാഞ്ഞ്? നമുക്ക് നേരത്തെ തുടങ്ങാമായിരുന്നു. ഇതിപ്പോ 11 മണിയായി. ഇന്ന് ഉറങ്ങാൻ പറ്റുമോ? അരുണ കണ്ണ് കൂർപ്പിച്ചു. എനിക്ക് എൻ്റെ ഭാര്യയെ പേടിയില്ല. അവൻ ബെഡിലേക്ക് ചെരിഞ്ഞു കിടന്നു. അരുണ ഫാനിൽ തന്നെ നോക്കി കിടക്കുവാണ്. ഭയങ്കര ചൂട് അല്ലേ കണ്ണാ? മഴ സീസണാ, എന്നിട്ടും ഒരു മഴ പോലും ഇല്ല. അവൾ മൂളി. എന്നാ പിന്നെ ഈ സാരി മാറ്റിയാലോ? അരുണ ഞെട്ടലോടെ ഹരിയെ നോക്കുമ്പോൾ അവൻ കണ്ണ് ചിമ്മി അടച്ചു. ഷോൾഡറിലെ പിന്ന് ഇളക്കി മാറ്റി. ഹരി, ഞാൻ ആഗ്രഹിച്ചത് എൻ്റേതാകണം ഇന്ന് തന്നെ. ഒരു മന്ത്രം പോലെ ചെവിയിൽ ചുണ്ടടിപ്പിച്ചാണ് അവൻ പറഞ്ഞത്. മുഖമാകെ അവൻ്റെ നേർത്ത ചുംബനങ്ങൾ. അവളുടെ കഴുത്തിടുക്കിലെ ചെമ്പൻ രോമകൊടികളെ നാവിനാൽ തഴുകിയതും അരുണ അവൻ്റെ ഇടുപ്പിൽ മുറുകെ പിടിച്ചു. പിടപ്പോടെ തലചരിച്ചു. ദന്തങ്ങൾ ആഴ്ന്നിറങ്ങുന്നത് അവൾ അറിയുന്നുണ്ട്. വേദനയ്ക്ക് അവൻ മരുന്നും പകരുന്നു. അവൾക്ക് ചിരി വന്നു. മൃദുലമായവയെ തലോടിയതും അവളൊന്ന് കുറുകി. കണ്ണാ, ലവ് യു ടു ഹരി. അവൾ തല താഴ്ത്തി. എന്തേ, ഇന്ന് പറ്റില്ലെന്നുണ്ടോ? സമയം വേണോ അരു? അവൾ അവൻ്റെ വിരിഞ്ഞ നെറ്റിയിൽ ചുംബിച്ചു. ആ ചുംബനമായിരുന്നു അവളുടെ മറുപടി. അണിവയറ്റിൽ മുഖം അമർത്തിയതും അവൾ കണ്ണുകൾ മുറുകെ അടച്ചു. ഹരി. അവളുടെ ചുണ്ടിൽ ആ നാമം മാത്രം. ശരീരത്തിലൂടെ ചുടുരക്തം കുതിച്ചു പായാൻ തുടങ്ങി. അരു, നീ കടലിൽ കുളിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് അവൻ ചോദിച്ചു. ഉണ്ട്. എന്തേ? എനിക്ക് വലിയ ഇഷ്ടാ, അരുണ പറഞ്ഞു. അത് ഞാൻ കുളിച്ചിട്ടില്ല, ഒരു മോഹമുണ്ട്. ഹരി കുറുമ്പോടെ ചിരിച്ചു. ഈ രാത്രിയിലോ? വല്ലാത്ത ആഗ്രഹങ്ങളാണല്ലോ കൃഷി ഓഫീസർക്ക്. അരുണ അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവൻ്റെ പുറം മേനിയിൽ അവളുടെ വിരൽ പോറലുകൾ തീർത്തു. 2 തുള്ളി കണ്ണുനീർ അവളിൽ നിന്നും അടർന്നു വീണ നിമിഷം അരു കിതപ്പോടെ പതിയെ വിളിച്ചു. നോ, ഞാൻ കരഞ്ഞതല്ല. ഇന്നു മുതൽ എനിക്ക് കൂട്ടായി, നിഴലായി, എൻ്റെ പ്രാണനായി നീ ഉണ്ടല്ലോ. അത് ഓർത്തപ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ പതിയെ പതിയെ കേൾക്കുന്ന അവരുടെ നിശ്വാസം ആ ചെറിയ റൂമിൽ ഉയർന്നു കേട്ടു. നിമിഷങ്ങൾക്ക് ശേഷം ഹരി, ഇവിടെ കിടന്നോട്ടെ അരു. തലയണ പോലെ തോന്നുവാ. അരുണ ചിരിച്ചുപോയി. ചിരിക്കേണ്ട. അന്ന് കണ്ടപ്പോൾ ഇത്രയും സൗന്ദര്യം ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല. ഒരു പുൽത്തകിടിയിൽ കിടക്കും പോലെ. ചെക്ക, കുസൃതി കൂടുതലാ. ഒരു പോലീസുകാരിയാ ഞാൻ. ആ കൈ തിരികെ ഒടിക്കും കേട്ടോ. ഒടിച്ചോ, എനിക്ക് ഒരു കുഴപ്പമില്ല, അവൻ ഗൗരവത്തിൽ പറഞ്ഞു. ഹരി, ഞാനും തമാശയ്ക്ക് പറഞ്ഞതാ കണ്ണ. കൈയില്ലെങ്കിൽ എന്താ, പല്ലുണ്ടല്ലോ. അയ്യോ വേണ്ട, അരുണ വെപ്രാളത്തോടെ പറഞ്ഞു. ഷോ, പേടിച്ചോ? കടിക്കില്ല ഞാൻ. ഹരി അവളെ നോക്കി. മുന്തിരിപ്പഴം എനിക്കിഷ്ടാ. നിനക്കത് അറിയോ കണ്ണ? അറിയാം. മുന്തിരി മാത്രം ആക്കണ്ട. ആപ്പിളും ഓറഞ്ചും പൈനാപ്പിളും എല്ലാം നാളെ തന്നെ വാങ്ങാം. എന്താ കണ്ണാ, തമാശയാണോ? അവൾ തല കുലുക്കി ചിരിച്ചുകൊണ്ട് കണ്ണുകൾ മുറുകെ അടച്ചു. അവൻ എന്തൊക്കെയോ പരതി നടക്കും പോലെ. പ്രണയത്തോടെ അവൻ്റെ തലമുടിയിൽ കൊരുത്തു പിടിച്ചു. ഒരു കുഞ്ഞിനെ പോലെ അവൻ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. തന്നെ പൂർണ്ണതയിൽ എത്തിച്ചവനെ നോക്കി കിടക്കുമ്പോൾ അരുണയുടെ മുഖമൊന്നാകെ ചുവന്നു തൊടുത്തു. കണ്ണാ, ഉറങ്ങ്, ഇല്ലേൽ അറിയാലോ. ഇടുപ്പിനെ ചുറ്റിയ അവൻ്റെ കൈയുടെ മുറുക്കം കൂടിയതും അവൾ കണ്ണു മിഴിച്ചു. ഉറങ്ങിയില്ലേ ഹരി? അവൻ പില്ലോയിൽ തലവെച്ചു. അവളെ നോക്കി ഇളിച്ചു. നിന്നെ ഇങ്ങനെ നോക്കി കിടക്കാൻ ഞാനാ ആഗ്രഹിച്ചത്. ഈ പെണ്ണ് ഇപ്പോൾ ഉറങ്ങും എന്ന് കരുതി എത്രയാന്ന് വെച്ചാ കണ്ണടച്ച് കിടക്കുന്നത്? അരുണയുടെ കണ്ണുകൾ എന്തോ തിരയും പോലെ. കൈകൾ ബെഡ്ഷീറ്റിൽ മുറുകി. വേണ്ടരു, ഞാൻ മിണ്ടില്ല. ചെക്കൻ ചിണുങ്ങുന്നുണ്ട്. ഹരി സാറേ, ഇത്തിരി കൂടുന്നുണ്ട്. നിന്നെ കണ്ടാൽ ഇത്രയും തെമ്മാടിത്തരം കയ്യിലുണ്ടെന്ന് പറയുകയേയില്ല. നീ അല്ലേടി എന്നെ ചീത്തയാക്കിയേ. ഒന്നും ശ്രദ്ധിക്കാതെ ഞാനും എൻ്റെ കൃഷിയും പിന്നെ അമ്മയും അവിടേക്ക് വിളിക്കാതെ കടന്നു വന്നിട്ട് ഇപ്പോൾ ഞാൻ കൊള്ളില്ല അല്ലേ? ഷോ, എൻ്റെ ചെക്കന് ഇത്തിരി പിണക്കം കൂടുതലാ അല്ലേ? അവൻ്റെ നെഞ്ചിലെ രോമക്കൊടികളിൽ വിരൽ ചലിച്ചു. ഒന്നുകൂടി ചേർന്ന് കിടന്നതും അവൾ വിറച്ചുപോയി. ഹരിയുടെ ചുണ്ടിലെ കുസൃതി ചിരിയിലേക്ക് നോക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ കിടക്കാൻ നല്ല രസാ അല്ലേ? ഇനിയെന്നും ഇത് മതിയരു. സാറിന് AC വാങ്ങേണ്ടി വരില്ല എന്നർത്ഥം. കൃഷി ഓഫീസർക്ക് അതിര് കടന്ന ബുദ്ധിയാ.
ഓ, വാതില് പോലും അടയ്ക്കാതെ സുഖ ഉറക്കമാ കള്ളി. ഡെന്നി ഒച്ച ഉണ്ടാക്കാതെ മൂടി പുതച്ച് കിടന്നുറങ്ങുന്നവളെ നോക്കി നിന്നു. പതിയെ ബ്ലാങ്കറ്റ് മാറ്റിയതും അവൻ വായ പൊളിച്ചു. കർത്താവേ മേരിയമ്മ, എന്താ ഇപ്പോൾ ഈ റൂമിൽ? എൻ്റെ ആനിക്കൊച്ചെവിടെ? അവൻ പുറത്തേക്ക് വലിഞ്ഞു. ചെറുതായി വളർന്നു വന്ന താടിയിൽ വിരൽ കടത്തി ആലോചനയോടെ നടന്നു. വല്യമ്മച്ചിയുടെ അടുത്ത് കാണും. അരികിൽ ആരോ കിടക്കുന്നു എന്നറിഞ്ഞതും ത്രേസ്യാമ്മയ്ക്ക് ചിരി വന്നു. അവർ തല ചരിച്ച് ഇടതുവശത്ത് കിടക്കുന്ന നിഷയും വലതുവശത്ത് കിടക്കുന്ന ഡെന്നിയെയും നോക്കി. എന്താടാ ചെക്ക, എന്തിനാ എൻ്റെ കൊച്ചിനെ വിഷമിപ്പിച്ചേ? ഞാനൊന്നും പറഞ്ഞില്ല വല്യമ്മച്ചി. ഈ കുറുമ്പിയാ എന്നെ സങ്കടപ്പെടുത്തുന്നത്. വല്യമ്മച്ചി ചുമ്മാതാ, എന്നെ ഈ ഡെന്നിക്ക് വേണ്ടാത്രേ. നാളെ പോവാന്ന്. എൻ്റെ മോള് ഉറങ്ങിയില്ലായിരുന്നോ? ഇല്ല, ഉറക്കം വന്നില്ല. എന്നെ ഇന്ന് കരയിപ്പിച്ചു. അവൾ അവരെ കെട്ടിപ്പിടിച്ചു. ത്രേസ്യാമ്മ അവനെ കൂർപ്പിച്ചു നോക്കി. എന്താടാ കൊച്ചനെ, നിനക്ക് മതിയായോ? അവരുടെ ശബ്ദം ഗൗരവത്തിലായതും വല്യമ്മച്ചിയുടെ വയറ്റിലിരിക്കുന്ന നിഷയുടെ കൈക്ക് മേലെ അവൻ കൈവച്ചു. എൻ്റെ ഉയിരിനെ എങ്ങനെയാ വല്യമ്മച്ചി ഉപേക്ഷിക്കുക? അവൾക്കാ വാശി. ഒന്നും പറഞ്ഞാൽ പെണ്ണിന് മനസ്സിലാകുന്നില്ല. പൊട്ടി. ഭ്രാന്ത, ഞാൻ പൊട്ടിയൊന്നുമല്ല, ഒരു മുഴുവട്ടം വന്നേക്കുന്നു. നിഷ മുഖം ചുളുക്കി പറഞ്ഞു. എന്താ കൊച്ചനെ പ്രശ്നം? ഒന്ന് പറഞ്ഞു തുളയ്ക്ക്. മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കാതെ വന്ന് കിടന്നോളും. ഞാൻ പറയാം വല്യമ്മച്ചി, അവൾ പറഞ്ഞു. നിഷയുടെ വായ അവൻ പൊത്തി പിടിച്ചു. അനി അടി മേടിക്കും കേട്ടോ. വിടടാ ചെക്ക, കൊച്ചിന് ശ്വാസം മുട്ടും. ഡെന്നി അവളെ നോക്കി തല ചലിപ്പിക്കുന്നുണ്ട്. അതേ വല്യമ്മച്ചി, ഇന്ന് ക്ഷേത്രമുറ്റത്ത് വെച്ച് നടന്ന സംസാരം എല്ലാം അതുപോലെ പറഞ്ഞതും ത്രേസ്യാമ്മ മിണ്ടാതെ കിടന്നു. ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. എൻ്റെ വല്യമ്മച്ചിയെ ഒറ്റയ്ക്കാക്കി ഞാൻ എങ്ങനെയാ പോവുക? എൻ്റെ മോളെ, നീ അവനൊപ്പമാണ് ജീവിക്കേണ്ടത്. ഇത്രയും നാളും ഈ നരകത്തിൽ കിടന്നില്ലേ? ഇനി വേണ്ട. എനിക്കിവിടെ എല്ലാവരും ഉണ്ട്. എൻ്റെ കൊച്ച് സന്തോഷമായി ഇരിക്കുന്നത് കണ്ടാൽ മതി. വല്യപ്പച്ചനും അതേ ആഗ്രഹിച്ചിരുന്നുള്ളൂ. നീ കരയുന്നത് പോലും അതിയാൻ ഇഷ്ടമല്ല. ത്രേസ്യാമ്മ അവളുടെ തലമുടിയിൽ തഴുകി. ഡെന്നി തല ഉയർത്തി നിഷയെ നോക്കി. എൻ്റെ കുഞ്ഞി പെണ്ണെ, സങ്കടമൊന്നും വേണ്ട. നിനക്ക് എപ്പോൾ വല്യമ്മച്ചിയെ കാണണം എന്ന് തോന്നുന്നുവോ ആ നിമിഷം നമ്മൾ ഇവിടെ ലാൻഡ് ചെയ്യും. കുറച്ച് ദിവസം അടിച്ചു പൊളിച്ച് തിരികെ പോകും. അവൾ മൂളി. പതിയെ പതിയെ നിഷ ഉറക്കത്തിലേക്ക് വഴുതി വീണു. കൊച്ചനെ, അവന്മാരുടെ കാര്യം എന്തായി? അതൊക്കെ കഴിഞ്ഞു വല്യമ്മച്ചി. ഇനി മൂന്നും പുറം ലോകം കാണില്ല. രക്ഷിക്കാൻ ആരും വരാനുമില്ല. സൂസൻ, അവൾക്ക് ത്രേസ്യാമ്മ സങ്കടത്തോടെ വിതുമ്പി. ഭ്രാന്തന്മാരെ പുച്ഛമായിരുന്നില്ലേ? ഇപ്പോൾ ആ അവസ്ഥയിലാണ്. ഇനി മടങ്ങി വരുന്നത് പുതിയൊരു സൂസനായി മാത്രമാകണേ എന്ന് വല്യമ്മച്ചി പ്രാർത്ഥിക്ക്. അവൻ എഴുന്നേറ്റു. നിഷയുടെ കവിളിൽ പതിയെ തഴുകി. ഈ പാവം പെങ്കൊച്ചിനെ തലയിൽ നിലത്തും വയ്ക്കാതെ വളർത്തുമ്പോൾ ചെയ്ത പാപങ്ങൾ കർത്താവ് തമ്പുരാൻ പൊറുക്കും എന്ന് കരുതിയിട്ടുണ്ടാവും ദ ഗ്രേറ്റ് ഔസേപ്പച്ചൻ. പക്ഷെ തോറ്റുപോയി അല്ലേ ത്രേസ്യ കൊച്ചെ? അവൻ തിരിഞ്ഞു നോക്കാതെ വാതിൽ കടന്നുപോയി. ഒരിക്കലുമല്ല. അവളെ അച്ചായൻ സ്നേഹിച്ചത് ഹൃദയം കൊണ്ട് തന്നെയാണ്. അത് പ്രായച്ചിത്വമല്ല. പക്ഷേ അതിയാൻ്റെ നാവിൽ നിന്ന് വീണൊരു വാക്ക്, അതാണ് ആ മനുഷ്യനെ ഓരോ നിമിഷവും ക്യാൻസർ പോലെ കാർന്നു തിന്നത്. അവൾ ചിണുങ്ങലോടെ അവരുടെ വയറ്റിൽ പരതിയതും വല്യമ്മച്ചി നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചു. മുഖത്തേക്ക് വെള്ളം കുടയുന്നത് പോലെ തോന്നിയതും ഹരി മുഖം ചുളുക്കി. അമ്മ, കഷ്ടാണ്. വെളുപ്പിന് എപ്പോഴും ആണ് ഒന്ന് കണ്ണടച്ചത്. അവൻ ഉറക്കപ്പിച്ചിൽ പറഞ്ഞു. ആ, മൈക്ക് എടുത്തു തരാം. അമ്മയെ മാത്രം ആക്കുന്നത് എന്തിനാ? നാട് മൊത്തം അറിയിക്ക്. അരുണ പൊട്ടിച്ചിരിയോടെ പറഞ്ഞതും അവൻ കണ്ണുകൾ തുറന്നു. നീയാണോ അപ്പോൾ എൻ്റെ മുഖത്ത് വെള്ളം? ഹരി ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റതും അരുണ അവനെ നോക്കി കണ്ണും തള്ളി നിൽക്കുവാണ്. ശേ, ഇങ്ങനെയുണ്ടോ ചെക്കന്മാര്? 26 വയസ്സിൽ ഇരുന്നിരുന്ന് കെട്ടിയത് നാണവും മാനവും അടുത്തുകൂടി പോയിട്ടില്ലാത്തവനെയാണെന്ന് എല്ലാവരും അറിഞ്ഞാൽ IPSകാരിയുടെ ഇമേജ് കാറ്റിൽ പറക്കും. അവൻ വെപ്രാളത്തിൽ നിലത്താകെ നോക്കുന്നുണ്ട്. നോക്കണ്ട, അത് ഞാൻ എടുത്തു. ഇനിയിപ്പോൾ സാരമില്ല. നമുക്ക് ഒരു ദിവസം കൊണ്ട് ഇതൊക്കെ ശീലമായി. ഡി, നിന്നെ ഞാൻ ഒന്ന് പോയേടാ. 3 ദിവസം കൂടുമ്പോൾ കുളിക്കുന്ന ആളാ ഞാൻ. ആ എന്നെ ഇന്നലെ ഇന്നുമായിട്ട് 3 പ്രാവശ്യം നനയിച്ചു. അരുണ പുറത്തേക്ക് ഓടുന്ന കൂട്ടത്തിൽ പറഞ്ഞു. എൻ്റെ കണ്ണൻ ഇനിയും നനയും. 3 അല്ല 30 പ്രാവശ്യം. നിന്നെ പിടിച്ച് ജയിലിലിടും. വീറോടെ അവളും പറഞ്ഞു.
ഈ കൃഷിക്കാരൻ്റെ മുന്നിൽ നീ പൂച്ചയാകും, കാണണോ? അവൾ കഴിഞ്ഞുപോയ ആ നിമിഷങ്ങളുടെ ഓർമ്മയിൽ നാണത്തോടെ സ്വയം മറന്നു നിന്നതും ഹരി അവളെ ചേർത്ത് പിടിച്ച് വാതിൽ കുറ്റിയിട്ടു. അരുണ ഒന്ന് കുതറി. അരു, എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. എന്നാ നീ ഓർത്തിരുന്നോ, ഞാനേ പോവുക. ഒരുപാട് വൈകി. അമ്മ എന്ത് കരുതും? നമ്മുടെ അമ്മയല്ലേ, ഒന്നും പറയില്ല. എനിക്ക് അവൻ്റെ വിരൽ കീഴ്ചുണ്ടിനെ തഴുകുന്നുണ്ട്. ഒന്ന് പോ ഹരി, എനിക്ക് ഇനി കുളിക്കാൻ വയ്യ. അതാണോ പ്രശ്നം? നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച്. എന്താ? അവൻ്റെ മുഖത്ത് അത് പറയുമ്പോൾ വല്ലാത്ത തിളക്കം. അരുണ കൈ ചുരുട്ടി പിടിച്ചു. ഹരിയുടെ വയറ്റിൽ ചെറുതായൊന്ന് പഞ്ച് ചെയ്തു. കണ്ണാ? ഓ കണ്ണനെ, പോവുക. എനിക്ക് വയ്യടാ. ഗുണ്ടകളെ ഇടിച്ച് ഇഞ്ച പരുവ ആക്കുമ്പോൾ പോലും ശരീരം ഇത്രയ്ക്ക് വേദനിച്ചിട്ടില്ല. അവൾ വാതിൽ തുറന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഹരിയുടെ കവിളിൽ ഒന്ന് ചുംബിച്ചു. വേദനിപ്പിച്ചോ ഞാൻ? ഹരി സങ്കടത്തിൽ ചോദിച്ചു. ഏയ് ഇല്ല, ഇതെല്ലാവർക്കും തോന്നുന്നതാ. പതിയെ മാറും. നീ ഇങ്ങനെ നിൽക്കാതെ പോയി കുളിക്കിച്ചേക്ക. അരുണ പോയതും അവൻ മീശയിൽ വിരൽ വെച്ച് തഴുകിക്കൊണ്ട് വാഷ്റൂമിലേക്ക് കയറി. ദേവിയമ്മേ കിച്ചണിലേക്ക് ചാടി തുള്ളി കയറി വരുന്നവളെ കണ്ട് അവരുടെ മുഖം വാടി. ആ കുംഭകർണൻ എഴുന്നേറ്റ മോളെ? ഞാൻ വെള്ളം കുടഞ്ഞപ്പോൾ ആള് ചാടി എഴുന്നേറ്റു. അരുണ പുഞ്ചിരിയോടെയാണ് പറയുന്നത്. ദേ ചായ കുടിക്ക്. ഒരു കുഞ്ഞു ബൗളിൽ കേസരിയും. അവൾ ഓരോ സ്പൂണായി ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. എന്താ അമ്മ? എനിക്കില്ലേ? ഹരിയും കയറി വന്നു. ദേവിയമ്മ അവനെ രൂക്ഷമായി നോക്കി. ദാ കുടിച്ചിട്ട് ഓഫീസിൽ പോകാൻ നോക്ക്. അതെന്താ? ഞാൻ ഒരാഴ്ച ലീവാണ്. അവൻ്റെ നോട്ടം അരുണയിലാണ്. എന്തിനാ ലീവ്? അതിൻ്റെ ആവശ്യം കണ്ട കണക്കിനില്ല, ദേവിയമ്മ കടുപ്പത്തിൽ പറഞ്ഞു. അരുണ, നീ ലീവാണോ? ഹരി ചോദിച്ചു. മോള് ലീവാണ്. ഞാനും കൊച്ചും കൂടി ഒന്ന് പുറത്തൊക്കെ പോകും. നാട്ടുകാരെയൊക്കെ കാണണം. അവളുമാർക്ക് എന്തായിരുന്നു ഒരു പൊങ്ങച്ചം. ഞാനും പറയും എൻ്റെ മോള് IPS ആണെന്ന്. അത് തന്നെ. അങ്ങനെ എൻ്റെ അമ്മയെ ആരാ താഴ്ത്തി കെട്ടിയത്? അവരെ ഞാനൊന്ന് കാണട്ടെ. അരുണയും ദേവിയമ്മയ്ക്ക് ഒപ്പം ചേർന്നു. ഹരി രണ്ടുപേരെ നോക്കി പുഞ്ചിരിയോടെ ഹാളിലേക്ക് നടന്നു. ഒരു കാറ് മുറ്റത്തേക്ക് കയറുന്ന ശബ്ദം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്ന അരുണ എഴുന്നേറ്റു. ഡെന്നിയും അവൻ്റെ കൊച്ചും വന്നു. സിറ്റ് ഔട്ടിലേക്ക് വന്നതും കാറിൽ നിന്ന് ഇറങ്ങുന്ന ആളിനെ കണ്ട് അരുണ ചിരിച്ചു. അങ്കിൾ എന്താ ഈ വഴിക്ക്? ഇനി വഴി തെറ്റിയതല്ല, മോളെ കാണാനായിട്ട് വന്നതാ, സക്രിയ പറഞ്ഞു. അയാളെയും കൂട്ടി ഹാളിലേക്ക് വന്നു. ഇരിക്ക്, കുടിക്കാൻ ചായ എടുക്കാം, ദേവിയമ്മ പറഞ്ഞു. അയ്യോ വേണ്ട, ഞാൻ കഴിച്ചിട്ട് ഓഫീസിലേക്ക് പോകുന്ന വഴിയാ. വിവാഹ സമ്മാനം കൊടുക്കാൻ പറ്റിയില്ല. അയാൾ നീട്ടിപ്പിടിച്ച ബോക്സിലേക്ക് അവൾ നോക്കി. പെൺകുട്ടികളെ എനിക്കിഷ്ടാ, വെറുപ്പൊന്നുമില്ല. അരുണ അത് കയ്യിലേക്ക് വാങ്ങി. പിന്നെന്തേ നിഷാനിയെ അകറ്റി നിർത്തിയത്? അവളെ സ്നേഹിക്കാത്തത്? അയാൾ വിളറിയൊരു പുഞ്ചിരി അവൾക്ക് സമ്മാനിച്ചു. അകറ്റി നിർത്തി എന്നത് ശരിയാ, പക്ഷേ സ്നേഹമുണ്ടായിരുന്നു. പ്രകടിപ്പിക്കാൻ എനിക്കിന്നും പേടിയാ. അയാൾ കാറിലേക്ക് കയറും മുന്നേ കയ്യിലിരുന്ന ബോക്സ് ടേബിളിലേക്ക് വെച്ച് അവൾ പുറത്തേക്ക് ഓടി. അങ്കിൾ! സക്രിയ തിരിഞ്ഞു നിന്നു. മേരിയമ്മയും നിഷാനിയെയും സ്നേഹിച്ചു കഴിഞ്ഞാൽ എന്നെങ്കിലും ഒരു നാൾ നിഷാനിയുടെ അച്ഛൻ വരും, അവരെ കൂട്ടിക്കൊണ്ടുപോകും എന്ന് ഭയന്നിരുന്നു. അതോ അപ്പച്ചന് എന്തെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പാലിക്കണം. പക്ഷെ ഒരിക്കലും ആ കുഞ്ഞിന് അമ്മയുടെ വാത്സല്യം നിഷേധിച്ചുകൊണ്ടാവരുത്. തെറ്റാണ് ചെയ്തത്. മോളെ, എല്ലാം അറിയില്ലെങ്കിലും കുറച്ചൊക്കെ എനിക്കും ഡെന്നിക്കും അറിയാം. അയാളുടെ കാറ് പോയതും അവൾ നിറയെ പൂത്തു നിൽക്കുന്ന മുല്ലവള്ളിക്ക് അടുത്തേക്ക് ചെന്നു. എല്ലാം മറനീക്കി പുറത്തേക്ക് വരുന്ന അന്ന് നിഷാനിയുടെ പ്രതികരണം എന്താവും? ഒന്നുറപ്പിക്കാം, ഹരിയും നിഷാനിയും ഒരച്ഛൻ്റെ മക്കളല്ല. ഞാൻ നട്ട് നനച്ച് വളർത്തിയ പൂന്തോട്ടം എങ്ങനെ? നല്ല ഭംഗിയുണ്ടോ? തോളിൽ താടി ഊന്നി രഹസ്യം പോലെ കാതരമായി അവൻ ചോദിച്ചു. കൊള്ളാം, നിന്നെപ്പോലെ തന്നെ മനോഹരം. ആണല്ലോ. ഈ പൂന്തോട്ടത്തിൽ വിത്ത് പാകിയിട്ടുണ്ട്. കാലതാമസമില്ലാതെ മുളയ്ക്കും. അത് ഈ വിടർന്നു നിൽക്കുന്ന പൂക്കളേക്കാൾ മനോഹരമായിരിക്കും. അരുണ പകപ്പോടെ അവനെ കണ്ണും മിഴിച്ചു നോക്കി. ചുമ്മാ, നമുക്ക് പതിയെ മതി. നിന്നെ ഒന്ന് പേടിപ്പിച്ചതാ. ഈ വിദ്യയിലൊന്നും അരുണ പേടിക്കില്ല മോനെ. അത് ശരിയാ, പക്ഷേ പേടിപ്പിക്കുന്ന വിദ്യ എൻ്റെ കയ്യിലുണ്ട്. അയ്യോ വേണ്ട ഹരിസാറേ. അവൾ പാവാടയും പൊക്കി പിടിച്ച് പടിക്കെട്ടുകൾ ഓടിക്കയറി.